അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പല ആളുകളും ഇപ്പോൾ ചോദിക്കുന്ന സംശയങ്ങളാണ്. അപ്പോൾ നിരവധി തവണ ഇങ്ങനെ മറുപടി പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ മൊത്തമായി ഒരു വോയിസിൽ പറയുന്നത്. ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്, ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ആർക്ക്? അത് തങ്ങളുടെ വീട്ടിൽ പെരുന്നാളിന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. അതോടൊപ്പം വീട്ടിലെ ഓരോ ആളുകൾക്കും ഓരോ സോഅ വീതം മറ്റൊരാൾക്ക് വേണ്ടി നൽകാനുള്ള വകയുമുണ്ട് എങ്കിൽ അത്തരം ആളുകൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഉദാഹരണം, എൻ്റെ വീട്ടിൽ പെരുന്നാളിന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. അതോടൊപ്പം എൻ്റെ വീട്ടിലെ എൻ്റെ കുട്ടികൾക്കും ഭാര്യയ്ക്കും നൽകാനുള്ള ഓരോരുത്തരുടെ പേരിലും നൽകാനുള്ള കഴിവും എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മേൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അപ്പോൾ ആരാണ് നൽകേണ്ടത് എന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇനി രണ്ടാമത്, ആർക്കാണ് കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തുഅമത്തുൽ മസാക്കീൻ എന്നാണ്. തുഅമത്തുൽ മസാക്കീൻ, മിസ്കീനുകൾക്കുള്ള ഭക്ഷണമാണ്. മിസ്കീനുകൾക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. നമ്മൾ ചില ആളുകളും ചില നാടുകളിലൊക്കെ ആ മഹല്ലിലുള്ള എല്ലാ വരേന്നും കൊണ്ടുവരും, എല്ലാ വരേക്കും കൊണ്ടുപോവുകയും ചെയ്യും. അതില്ല, അത് ഫിത്ർ സക്കാത്താവില്ല. ആ നാട്ടിൽ എല്ലാ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നതൊക്കെ, കാരണം എല്ലാ വീട്ടിലത്തെ ആൾക്കാരും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ കൊടുക്കണം. രണ്ടാമത്തത്, ചില വീടുകൾ മാത്രമേ അതില്ലാതിരിക്കുള്ളൂ. അത് വളരെ റയറേ ഉണ്ടാവുള്ളൂ. കാരണം ബാക്കിയുള്ള വീടുകളിൽ നിന്നൊക്കെ ഫിത്ർ സക്കാത്ത് എത്തിയാൽ അവരുടെ വീട്ടിൽ എന്തുണ്ടാവും? ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ, അവർക്ക് പെരുന്നാൾ ഭക്ഷിക്കാനും പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവം കൊടുക്കാനും ഉണ്ടാവും. എല്ലാ വീട്ടുകളിലും പാവങ്ങളുടെ വീടുകളിലും അവരിലേക്ക് എത്തിയാൽ അപ്പോൾ അവരുടെ മേലും നിർബന്ധമാണ്. അപ്പോൾ അതിൽ മിസ്കീൻ എന്ന് പറയുന്ന ആൾക്കാർ ആരാണോ അവർക്ക് മാത്രമേ കൊടുക്കാവൂ. അതുപോലെ എൻ്റെ വീട്ടിൽ ഒരാൾ ഫിത്ർ സക്കാത്ത് കൊണ്ടുവരികയാണ്, എനിക്കത് വാങ്ങാൻ പറ്റുമോ? മിസ്കീനാണോ അല്ലെന്ന് ഞാൻ ആലോചിക്കണം. എനിക്ക് അരി കിട്ടിയാൽ കുഴപ്പമില്ല, അതുപോലെ തന്നെ പിന്നെ ഭക്ഷണം കിട്ടിയാൽ കുഴപ്പമില്ല, പിന്നെ പിന്നെ പണം കൊടുത്ത് വാങ്ങണ്ടല്ലോ, വരുന്നൊക്കെ വന്നോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ആളാണോ ഞാനെന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കണം. രണ്ട്, കൊടുക്കുന്ന ആളുകൾ വിലയിരുത്തണം, ഇയാൾക്ക് ഫിത്ർ സക്കാത്തിന് അവകാശമുണ്ടോ? അത് കൊടുക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ സംഘടിതമായി കൊടുക്കുന്ന രീതിയാകുമ്പോൾ സംഘടിപ്പിക്കുന്ന ആളുകൾ വിലയിരുത്തണം ഓരോ ആളുകളും, ഇയാൾക്ക് ഫിത്ർ സക്കാത്തിന് അർഹത ഉണ്ടോ? അർഹത ഉണ്ടെങ്കിലേ കൊടുക്കാവൂ. മിസ്കീൻ ആണ് എന്ന് പറയുമ്പോൾ, ആരാ മിസ്കീൻ എന്ന് പറഞ്ഞാൽ? അവരുടെ ജീവിതം ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോവും, കാര്യമായിട്ടൊന്നുമില്ല. എന്തെങ്കിലും അസുഖമൊക്കെ കാര്യങ്ങളൊക്കെ വന്നാൽ അവർ പ്രയാസപ്പെടും സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ അവരിങ്ങനെ ഭക്ഷണം കഴിച്ച് വസ്ത്രം ധരിച്ച് അങ്ങനെ പോവും, കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയും സാഹചര്യമാണോ എങ്കിൽ അവർക്കേ കൊടുക്കാവൂ. അതാണ് മിസ്കീൻ. കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ മിസ്കീനുകൾക്ക് മാത്രമേ കൊടുക്കാവൂ. മിസ്കീൻ അല്ലാത്ത ആളുകൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്താൽ വീടൂല. ഇവിടെ മറ്റൊരു വിഷയമുള്ളത്, പിന്നെ ആളുകളൊക്കെ പറയും വൽ ആമിലീൻ അലൈഹ. അപ്പോൾ ഇത് സക്കാത്തിൻ്റെ ഫിത്ർ സക്കാത്തിന് പണിയെടുക്കുന്ന ആൾക്കാരും കൊടുക്കാൻ പറ്റൂല. അത് സക്കാത്തിൻ്റെ വിഷയമാണ്. സക്കാത്ത് വേറെയും ഫിത്ർ സക്കാത്ത് വേറെയാണ്. ഫിത്ർ സക്കാത്ത് ഒരിക്കലും അതിനു വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ എന്നുള്ള രൂപമേ അല്ല. അപ്പോൾ അത് വേറെ. അതിന് ആൾക്കാരെ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, നമ്മൾ നമ്മളെ കീശയിൽ നിർത്തി കൊടുക്കണം. ഫിത്ർ സക്കാത്തിൻ്റെ പൈസ ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുക്കാൻ പാടില്ല. പണിക്കാർക്ക് കൊടുക്കാനൊരു വീതം തന്നെ ഫിത്ർ സക്കാത്തിലില്ല. ഫിത്ർ സക്കാത്ത് തുഅമത്തുൽ മസാക്കീൻ, അത് മാത്രമാണ്. തുഅമത്തുൽ മസാക്കീൻ നബി നിർണയിച്ച വിഭാഗമാണത്. മിസ്കീനുകൾക്ക്, മുസ്ലിമീങ്ങളായ മിസ്കീനുകൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം. ശരി, എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സ്വാ, അത് പല അളവുകളും വരും. ഒത്തൊരു മനുഷ്യൻ അയാളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിന്നോ കൈ നിറയെ കോരി 4 തവണ കോരിയിട്ട് എന്ത് ചെയ്യുക, മറ്റു വേറൊരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അത് എത്രയെ തൂക്കുക, അതാണ് അളവ്. അത് 2,400 മുതൽ 500, 700, 750, 800 വരെയുണ്ട്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരൊക്കെ 3 കിലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇന്ന പണ്ഡിതൻ പറഞ്ഞു, ഇന്ന ആൾക്കാർ പറഞ്ഞു ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഒറ്റൊരാളുടെ കൈ കൂട്ടിയിട്ട് നമുക്ക് തന്നെ അളവെടുക്കാൻ പറ്റുന്നേ. കുറച്ച് നീളം വലുപ്പമൊക്കെ ഉള്ള ഒരാൾ, എന്നാൽ ഭയങ്കര നീളം വലുപ്പമുള്ള ആളല്ല, ഒറ്റൊരാൾ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരാളുടെ കയ്യിൽ നിന്ന് 4 കോരലരി നിറഞ്ഞ കോരുക. ഇത്രയാണ് കൊടുക്കേണ്ടത്. ഇനി എപ്പോഴാണത് കൊടുക്കേണ്ടത്? നമ്മളുടെ ഫിത്ർ സക്കാത്ത് ഓരോരുത്തരും ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്. അത് നമ്മൾ പെരുന്നാളിന് പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് കൊടുത്തു വിടണം. പെരുന്നാളിന് പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ്, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുത്തു വിട്ടണം.
നമുക്ക് സൗകര്യത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസം മുമ്പ് വരെ കൊടുക്കാം. 29-നും കൊടുക്കാം, 30-നും കൊടുക്കാം. 29-ൻ്റെ അന്ന് കൊടുക്കാം, 30-നും കൊടുക്കാം. റമളാന് ഒരു സൗകര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് നമുക്ക് അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനപ്പുറം 28-ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.